ഹിന്ദുസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല. ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത്. ഞാൻ പ്രസംഗം ആരംഭിച്ചു, പക്ഷേ എന്നെ തടഞ്ഞു. വീണ്ടും ഞാൻ ആരംഭിച്ചു, വീണ്ടും അവർ തടഞ്ഞു. ഞാൻ നരവാനോജിയുടെ കാര്യം ഉന്നയിച്ചു. നിങ്ങൾ കണ്ടോ, നരവാനോജി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ചൈനയുടെ ടാങ്കുകൾ ഹിന്ദുസ്ഥാന്റെ അതിർത്തിക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം രാജ്നാഥ് സിംഗ് ജിയെ ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു, എന്താണ് എൻ്റെ ഉത്തരവ്, ഞാൻ എന്തു ചെയ്യണം? രാജ്നാഥ് സിംഗ് ജി മറുപടി നൽകിയില്ല. അതിനുശേഷം അജിത് ഡോവലിന് ഫോൺ പോയി. ചൈനയുടെ ടാങ്കുകൾ ഹിന്ദുസ്ഥാന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്, ഞാനിപ്പോൾ എന്തു ചെയ്യണം, നിങ്ങളുടെ ഉത്തരവ് പറയൂ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴും ഒരു മറുപടിയും ലഭിച്ചില്ല. അതിനുശേഷം ജയശങ്കർജിയെ ഫോൺ ചെയ്തു. ഹിന്ദുസ്ഥാന്റെ ആർമി ചീഫ് അവരോട് പറഞ്ഞു, നോക്കൂ, ചൈനീസ് ആർമി ചൈനീസ് ടാങ്കുകൾ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്, ഞാൻ എന്തു ചെയ്യണം? അപ്പോഴും മറുപടിയില്ല. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നരവാനോജി ഡിഫൻസ് മിനിസ്റ്ററെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഓർഡർ തരൂ, 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കൂ എൻ്റെ ഓർഡർ എന്താണെന്ന്. ഈ ചോദ്യം ചോദിക്കാൻ കാരണം, ചൈനീസ് ആർമിക്ക് നേരെ വെടിയുതിർക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രിയാണ് നൽകേണ്ടത്. യുദ്ധത്തിൻ്റെ തീരുമാനം ആർമി ചീഫിന് എടുക്കാൻ കഴിയില്ല. അത് മിലിറ്ററി തീരുമാനമല്ല, അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അത് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ചൈനയുടെ ആർമി ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഹിന്ദുസ്ഥാന്റെ ആർമി ചീഫ് മണിക്കൂറുകളോളം ഫോൺ വിളിക്കുന്നു, ഒരു മറുപടിയുമില്ല. അതിനുശേഷം രാജ്നാഥ് സിംഗ് ജി പ്രധാനമന്ത്രിയെ ഫോൺ ചെയ്യുന്നു. പ്രധാനമന്ത്രി ആർമി ചീഫിനോട് സംസാരിച്ചു പോലുമില്ല. അദ്ദേഹം തൻ്റെ മുറിയിൽ പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് പ്രതിരോധ മന്ത്രിയോട് പറഞ്ഞു, ആർമി ചീഫിനോട് പറയൂ, അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നുന്നത് അദ്ദേഹം ചെയ്യട്ടെ. ആർമി ചീഫ് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു, അന്ന് ഹിന്ദുസ്ഥാൻ സർക്കാർ പ്രധാനമന്ത്രി എന്നെ തനിച്ചു വിട്ടു. കാര്യം മനസ്സിലാക്കണം, ആർമി ചീഫിന് ഉത്തരവ് നൽകേണ്ട സമയം വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. ചൈനീസ് ടാങ്കുകളെ തടയാനുള്ള ഉത്തരവ് നൽകേണ്ടി വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അപ്രത്യക്ഷനാവുന്ന കാഴ്ച. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. പാർലമെൻറ്റിൽ ഞാൻ ഇത് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സംസാരിക്കാൻ അവർ അനുവദിച്ചില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അമിത്ഷാ, നരേന്ദ്രമോദിജി അമിത്ഷാജിയുടെ നേരെ നോക്കിക്കൊണ്ട്, അതായത് അമിത്ഷായുടെ നേരെ നോക്കി ഉടനെ അമിത്ഷാജി എഴുന്നേറ്റു. BJP നേതാക്കളും എഴുന്നേറ്റു. എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു. ഈ തർക്കം 4-5 മണിക്കൂർ വരെ നീണ്ടു. അത് ഞാൻ മാഗസീൻ ആർട്ടിക്കിൾ കാണിച്ചു. അവർ പറഞ്ഞു, അതുമല്ല, നിങ്ങൾക്ക് മാഗസീൻ ആർട്ടിക്കിൾ ഉദ്ധരിക്കാൻ കഴിയില്ല. ശരി എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഞാൻ പുസ്തകം തന്നെ കൊണ്ടുവന്നു. അപ്പോൾ പറയുന്നു പുസ്തകം ഉദ്ധരിക്കാൻ കഴിയില്ലെന്ന്. ശരി, ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു പറ്റില്ല എന്ന്, സംസാരിക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ രസകരമായ കാര്യം ഇതല്ല. രസകരമായ കാര്യം മറ്റൊന്നാണ്. ഈ വിഷയത്തിനുള്ളിൽ, ഈ പ്രസംഗത്തിനുള്ളിൽ മറ്റെന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഞാൻ നരവാനോജിയുടെ കാര്യം പറയുകയായിരുന്നു. 4-5 മണിക്കൂർ എന്നെ തടഞ്ഞു വെച്ചു. പക്ഷേ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. കർഷക സഹോദരങ്ങളെ, നിങ്ങൾ നന്നായി കേൾക്കൂ. 4 മാസമായി ഹിന്ദുസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള കരാർ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ടത്? കൃഷിയുടെ കാര്യത്തിലാണ് തടസ്സപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ സർക്കാർ അത് ആഗ്രഹിച്ചിരുന്നില്ല. അമേരിക്കയിലെ വൻകിട കമ്പനികൾക്ക് സോയ, പരുത്തി, ചോളം എന്നിവ ഹിന്ദുസ്ഥാനിൽ വിൽക്കാൻ കഴിയണമെന്ന്, പരിപ്പ് ഹിന്ദുസ്ഥാനിൽ വിൽക്കാൻ കഴിയണമെന്ന് ഹിന്ദുസ്ഥാനിലെ ഒരു കർഷകനും അത് ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനും ആഗ്രഹിക്കുന്നില്ല. ഹിന്ദുസ്ഥാൻ സർക്കാരും ആഗ്രഹിച്ചിരുന്നില്ല. 4 മാസമായി ചർച്ചകൾ നിലച്ചിരുന്നു. ഞാൻ പ്രസംഗിച്ചു. പ്രസംഗത്തിൽ ഞാൻ നരവാനോജിയുടെ കാര്യം മാത്രമല്ല പറയാൻ പോയിരുന്നത്, ഞാൻ 2-3 കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ, നിങ്ങൾ നന്നായി കേൾക്കണം, എൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ
പ്രധാനമന്ത്രി ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി. വൈകുന്നേരം രാജ്നാഥ് സിംഗ് ജിയോടോ ശിവരാജ് സിംഗ് ചൗഹാൻ ജിയോടോ ഗഡ്കരി ജിയോടോ ചോദിക്കാതെ, അതായത് സ്വന്തം ക്യാബിനറ്റിനോട് പോലും ചോദിക്കാതെ അന്ന് വൈകുന്നേരം നരേന്ദ്രമോദിജി ട്രംപിനെ ഫോൺ ചെയ്തു. ട്രംപ് ട്വീറ്റ് ചെയ്തു, ഹിന്ദുസ്ഥാൻ പ്രധാനമന്ത്രി എന്നെ ഫോൺ ചെയ്തുവെന്ന്. ഹിന്ദുസ്ഥാൻ പ്രധാനമന്ത്രി എന്നെ ഫോൺ ചെയ്തു പറഞ്ഞു, US ഇന്ത്യ ഡീൽ ഒപ്പിടാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 4 മാസമായി ഈ ഡീൽ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. 4 മാസമായി ഈ ഡീൽ തടസ്സപ്പെട്ട് തന്നെ കിടക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്ന് നരേന്ദ്രമോദി ഓടിപ്പോയി. നിങ്ങളെല്ലാവരും ടി വിയിൽ കണ്ടു, ഓടിപ്പോകുന്നത് കണ്ടതാണ്. അടുത്ത ദിവസം കള്ളം പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകൾ തന്നെ ആക്രമിക്കാൻ വരികയായിരുന്നുവെന്ന്. സത്യം എന്തെന്നാൽ പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നേരെ ട്രംപിനെ വിളിച്ചു. നിങ്ങൾ ശിവരാജ് ചൗഹാൻ ജിയോട് ചോദിക്കൂ, അദ്ദേഹം കൃഷിമന്ത്രിയാണ്. ക്യാബിനറ്റ് തീരുമാനം എടുത്തിരുന്നോ? ഇല്ല. രാജ്നാഥ് സിംഗ് ജിയോട് ചോദിക്കൂ, ഗഡ്കരി ജിയോട് ചോദിക്കൂ. ക്യാബിനറ്റിൽ ഒന്നും ചോദിച്ചില്ല. നേരിട്ട് പ്രധാനമന്ത്രി ഫോൺ ചെയ്തു പറഞ്ഞു, ഞാൻ ഡീൽ ചെയ്യാൻ തയ്യാറാണെന്ന്. അതും ട്രംപിനോട്. എന്തുകൊണ്ടിത് ചെയ്തു? 4 മാസം ഒന്നും നടന്നില്ല. എന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിജി ഫോൺ ചെയ്ത് ഹിന്ദുസ്ഥാനിലെ കർഷകരെ വിറ്റിരിക്കുന്നു, ഹിന്ദുസ്ഥാനിലെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയെ വിറ്റിരിക്കുന്നു, നമ്മുടെ എല്ലാ ഡാറ്റയും അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? സഹോദരങ്ങളെ, ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അമേരിക്കയിൽ ലക്ഷക്കണക്കിന് എപ്സ്റ്റീൻ ഫയലുകൾ അടഞ്ഞു കിടക്കുകയാണ്. 30 ലക്ഷം ഫയലുകളാണുള്ളത്. അതിൽ ഇമെയിലുകൾ, സന്ദേശങ്ങൾ, വീഡിയോകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അതെല്ലാം പുറത്തു വിട്ടിട്ടില്ല. അത് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് പുറത്തുവിട്ടതെന്ന് ഞാൻ പറയാം. ഭീഷണിപ്പെടുത്താനായി ഹർദീപ് പുരിയുടെ പേര് പുറത്തുവിട്ടു. ആ സന്ദേശം ഇതാണ്: സഹോദര, നിങ്ങൾ ഞങ്ങളുടെ വാക്ക് കേട്ടില്ലെങ്കിൽ ആ ഫയലുകളിൽ നിന്ന് സാധനങ്ങൾ പുറത്തു വരും. സഹോദരങ്ങളെ, അനിൽ അംബാനി എൻ്റെ സുഹൃത്തല്ല. നരേന്ദ്രമോദിജി, നിങ്ങൾ രാജ്യത്തോട് പറയൂ, അനിൽ അംബാനിയുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? അനിൽ അംബാനി എപ്സ്റ്റീൻ ഫയലിലുണ്ട്. ഹർദീപ് പുരി എപ്സ്റ്റീൻ ഫയലിലുണ്ട്. എപ്സ്റ്റീൻ ഫയലിൽ ഇനിയും പേരുകളുണ്ട്. അതിപ്പോൾ ഒളിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം ഇത്. രണ്ടാമത്തെ കാരണം ഇതിലും അപകടകരമാണ്. ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു, വണ്ടിയിൽ വരുമ്പോൾ കണ്ടു അദാനി ICC. എവിടെ നോക്കിയാലും അദാനിയുടെ പേര്. നിങ്ങൾ കണ്ടോ? എയർപോർട്ട്, സിമൻറ്റ്, എവിടെ നോക്കിയാലും. സഹോദരങ്ങളെ, ഈ അദാനി എന്നത് ഒരു സാധാരണ കമ്പനിയല്ല. ഇത് BJPയുടെയും നരേന്ദ്രമോദിയുടെയും മുഴുവൻ സാമ്പത്തിക ഘടനയുമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് അവരുടെ മുഴുവൻ സാമ്പത്തിക ഘടനയാണ്. രണ്ടാമത്തെ ഭീഷണി എന്താണ്? രണ്ടാമത്തെ ഭീഷണി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അദാനിജിക്കെതിരെ ക്രിമിനൽ കേസുണ്ട് എന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയില്ലായിരിക്കും. പക്ഷേ അദാനിജിക്ക് അമേരിക്കയിൽ പോകാൻ കഴിയില്ല, യൂറോപ്പിൽ പോകാൻ കഴിയില്ല. അവർ ഭയപ്പെടുകയാണ്. ഞാൻ ഹിന്ദുസ്ഥാന് പുറത്തു പോയാൽ, അമേരിക്കയിൽ പോയാൽ എനിക്കെതിരെ ക്രിമിനൽ കേസുണ്ട്, അവർ എന്നെ അകത്തിടും, പിടികൂടുമെന്ന്. സഹോദരങ്ങളെ, അമേരിക്കയിലെ കേസിൻ്റെ ലക്ഷ്യം അദാനിയല്ല. ആ കേസിൻ്റെ ലക്ഷ്യം സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. ആ അമ്പ് അദാനിക്ക് നേരെയല്ല തൊടുത്തിരിക്കുന്നത്. ആ അമ്പ് നരേന്ദ്രമോദിജിക്ക് നേരെയാണ് തൊടുത്തിരിക്കുന്നത്. ഈ 2 കാരണങ്ങളാലാണ് നരേന്ദ്രമോദിജി പാർലമെൻറ്റിൽ നിന്ന് ഓടിപ്പോയതും അന്ന് വൈകുന്നേരം തന്നെ ട്രംപിനെ ഫോൺ ചെയ്തതും. എന്നിട്ട് പറഞ്ഞു, സർ, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യൂ, ഞാൻ ഒപ്പിടാൻ തയ്യാറാണ്. നമ്മുടെ രാജ്യത്തെ വിറ്റു. ഈ കാര്യം ഞാൻ മാത്രമല്ല പറയുന്നത്, BJPയിലെയും RSSലെയും എല്ലാ പ്രവർത്തകരുടെയും ഉള്ളിലുണ്ട് ഈ കാര്യം. നരേന്ദ്രമോദിജിയെ 2 കൂച്ചുവിലങ്ങിട്ട് ശ്വാസം മുട്ടിച്ചിരിക്കുകയാണെന്ന് അവർക്കെല്ലാം അറിയാം. നരേന്ദ്രമോദിജിയുടെ കണ്ണുകളിലേക്ക് നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നോക്കൂ, ഇന്നലത്തെ പ്രസംഗം തന്നെ നോക്കൂ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് തന്നെ അത് വ്യക്തമായിട്ട് മനസ്സിലാകും, നരേന്ദ്രമോദി വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടുവെന്ന്. നരേന്ദ്രമോദിയെ കുടുക്കിയിരിക്കുകയാണെന്ന്. നരേന്ദ്രമോദി സമ്മർദ്ദത്തിലായിട്ടാണ് ഈ ഡീൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡീലല്ല, ഇത് കർഷകൻ്റെ ഹൃദയത്തിലേക്കുള്ള അമ്പാണ്. അമേരിക്കയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ട്രംപ് ലോകത്ത് ഏർപ്പെടുത്തിയ താരിഫുകൾ റദ്ദാക്കുമെന്ന് അമേരിക്കൻ സുപ്രീം കോടതി പറഞ്ഞു.
അവർ അത് റദ്ദാക്കി. മറ്റു രാജ്യങ്ങൾ ഇത് കേട്ട ഉടനെ പറഞ്ഞു, നോക്കൂ, സുപ്രീം കോടതി റദ്ദാക്കിയ സ്ഥിതിക്ക് ഞങ്ങളും ഡീല് റദ്ദാക്കുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് ഒരക്ഷരം വന്നില്ല. ഞാൻ നരേന്ദ്രമോദിജിയെ വെല്ലുവിളിക്കുന്നു, ഈ സ്റ്റേജിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ താരിഫുകൾ ഞങ്ങൾ റദ്ദാക്കുന്നുവെന്ന്. എന്നാൽ ഞാൻ നരേന്ദ്രമോദിജിയെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ US ഡീൽ റദ്ദാക്കി കാണിക്കൂ. കഴിയുമെങ്കിൽ ചെയ്തു കാണിക്കൂ. ഇതിന് അവർക്ക് കഴിയില്ല. BJP പ്രവർത്തകരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിന് അവർക്ക് കഴിയില്ല. കാരണം ഇവർക്ക് മേൽ അമേരിക്കയുടെയും ട്രംപിൻ്റെയും സമ്മർദ്ദമുണ്ട്. അവർക്ക് കഴിയില്ല, കാരണം എപ്സ്റ്റീൻ്റെ ഭീഷണിയുണ്ട്. അദാനിയുടെ ക്രിമിനൽ കേസ് അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഹിന്ദുസ്ഥാനെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇതാണ് സത്യം. കർഷകരെ മാത്രമല്ല, 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഡാറ്റ. 21ാം നൂറ്റാണ്ട് ഡാറ്റയുടെ നൂറ്റാണ്ടാണ്. ആരുടെ കൈവശം ഡാറ്റയുണ്ടോ അവർ വിജയിക്കും. ആരുടെ കൈവശം ഡാറ്റ ഇല്ലയോ അവർ നശിക്കും. ലളിതമായ കാര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ ആരുടെ കൈവശമാണുള്ളത്? ആരുടെ അടുത്തുണ്ട്? നോക്കൂ, ഹിന്ദുസ്ഥാനാണ് ഏറ്റവും വലിയ ജനസംഖ്യ. ഏറ്റവും കൂടുതൽ ഡാറ്റ ഇവിടെയാണ് ഉണ്ടാകുന്നത്. 2ാം സ്ഥാനത്ത് ചൈനയാണ്. ഹിന്ദുസ്ഥാൻ്റെ ഡാറ്റയില്ലാതെ ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഡാറ്റയില്ലാതെ അമേരിക്കയ്ക്ക് ചൈനയെ നേരിടാൻ കഴിയില്ല. ഈ ഡീലിൻ്റെ ചെറിയൊരു തിരക്കഥയിലൂടെ നരേന്ദ്രമോദി ഹിന്ദുസ്ഥാൻ്റെ മുഴുവൻ ഡാറ്റയും അമേരിക്കയ്ക്ക് കൈമാറി. കർഷകരെ നശിപ്പിച്ചു, നമ്മുടെ ഡാറ്റ അവർക്ക് നൽകി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു. അതിനു തൊട്ടു പിന്നാലെ അമേരിക്ക പറയുന്നു, നോക്കൂ, ഞങ്ങൾ ബംഗ്ലാദേശിനെ സഹായിക്കും. ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈലിന് 0% താരിഫ് ഏർപ്പെടുത്തുമെന്ന്. നമ്മുടെ ഇവിടുത്തെ മന്ത്രി പറയുന്നു, ഹിന്ദുസ്ഥാൻ അമേരിക്കയിൽ നിന്ന് പരുത്തി വാങ്ങുകയാണെങ്കിൽ നമുക്കും ടാക്സ് 0 നമ്മൾ അമേരിക്കയിൽ നിന്ന് പരുത്തി വാങ്ങാറില്ല. പരുത്തി ഇവിടെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുഴുവൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും തകരുകയാണ്. അവിടെയും നിന്നില്ല. ട്രംപ് പറയുന്നു, ഓരോ വർഷവും ഹിന്ദുസ്ഥാൻ 9 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്ന്. അതും 5 വർഷത്തേക്ക്. കാര്യം മനസ്സിലാക്കണം, 5 വർഷത്തേക്ക് ഓരോ വർഷവും 9 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങുമെന്ന് ഹിന്ദുസ്ഥാൻ ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയുടെ അവസ്ഥ എന്താകും? നമ്മുടെ ഫാക്ടറികളുടെ അവസ്ഥ എന്താകും? ഇതെല്ലാം നരേന്ദ്രമോദി സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു കൊടുക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്കെന്ത് ലഭിച്ചു? കൃഷി നൽകി, ഡാറ്റ നൽകി, ടെക്സ്റ്റൈൽ നൽകി, ഇറക്കുമതി നൽകി. നമുക്ക് ലഭിച്ച ഒരൊറ്റ കാര്യം നിങ്ങൾ പറഞ്ഞു തരൂ. ഹിന്ദുസ്ഥാന് ലഭിച്ച ഒരു കാര്യം, ഒന്നും ലഭിച്ചില്ല. മുൻപത്തേക്കാൾ കൂടുതൽ ടാക്സ് നമ്മൾ നൽകുകയാണ്. മുൻപ് നമുക്ക് കുറഞ്ഞ ടാക്സ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ടാക്സ് കൂടിയിരിക്കുന്നു. നമുക്ക് ഇമ്പോർട്ട് ഗ്യാരണ്ടി ഒന്നും നൽകിയിട്ടില്ല. എല്ലാം നരേന്ദ്രമോദിജി അമേരിക്കയ്ക്ക് നൽകി. വിറ്റു തുലച്ചിരിക്കുന്നു. എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് എഴുതി നൽകാം. നരേന്ദ്രമോദിയുടെ മേൽ സമ്മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ, ഭീഷണി ഇല്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി ഇത് ചെയ്യില്ലായിരുന്നു. ഹിന്ദുസ്ഥാനെ വിറ്റ ഈ പ്രവൃത്തി തൻ്റെ പ്രതിച്ഛായ രക്ഷിക്കാനും സ്വന്തം രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാനും ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി ചെയ്തതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, രക്ഷപ്പെടാൻ കഴിയില്ല. നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരൊറ്റ ശക്തിക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യൂത്ത് കോൺഗ്രസ്സിലെ സിംഹക്കുട്ടികളോട്, നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ, നമ്മുടെ പ്രവർത്തകർ, സിംഹക്കുട്ടികളായ നിങ്ങൾ ആരെയും ഭയപ്പെടരുത്. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ രക്തമാണ്, ദേശസ്നേഹത്തിൻ്റെ രക്തമാണ്. കർഷകരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഹരിത വിപ്ലവം കൊണ്ടുവന്നവരാണ്. നിങ്ങൾ രാജ്യത്തിന് ധാന്യവും ഭക്ഷണവും നൽകി. ആ ജോലിയാണ് നരേന്ദ്രമോദി ഇല്ലാതാക്കിയത്. നിങ്ങൾ ഇൻഡസ്ട്രികൾ ഉണ്ടാക്കി. ആ ജോലിയാണ് നരേന്ദ്രമോദി ഇല്ലാതാക്കിയത്. നിങ്ങൾ 21ാം നൂറ്റാണ്ടിൽ IT വിപ്ലവം കൊണ്ടുവന്നു. ഡാറ്റ നൽകി. ആ ജോലിയാണ് നരേന്ദ്രമോദി ഇല്ലാതാക്കിയത്. നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ എല്ലാവരോടും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. രാജ്യത്തെ യുവാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കണം.
അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിജിയുടെ സത്യം മനസ്സിലാകും. നരേന്ദ്രമോദിജി അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം US ഇന്ത്യ ഡീൽ ചെയ്തിരിക്കുന്നത്. ആ സത്യം നിങ്ങൾ അറിയാതെ പോകരുത്. അത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. നന്ദി. ജയ് ഹിന്ദ്. നമസ്കാരം.